Good morning. Today we are discuss about the new topic Buddhist educations. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രാഹ്മിൺസ് പീരീഡിൽ റിച്വലിസം ഇൻക്രീസ് ആയപ്പോൾ അതിനെതിരായിട്ട് വന്നതാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻസ് എന്നത്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ആയിരുന്നു. ഈ ഒരു എഡ്യൂക്കേഷൻ വന്നത് ബുദ്ധനിലൂടെയാണ്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമകാലത്ത് മൊണാസ്ട്രീസിലെ ബുദ്ധിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എല്ലാ ക്ലാസ്സിലുള്ള ആളുകളിലേക്കും ഈ ഒരു എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ജാതി മത വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരിലേക്കും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി നോ ദാറ്റ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബുദ്ധനിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ആദ്യമകാലത്ത് അല്ലെങ്കിൽ ദൈവത്തേക്കാൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മനുഷ്യനിലാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഷ്ടാന മാർഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തത്വങ്ങളൊക്കെ എന്ത് ചെയ്തു, കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുകയും ബുദ്ധമതം ഏറ്റവും വലിയ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നളന്ദ, തക്ഷശില പോലെയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക, അതുപോലെ തന്നെ എന്താണ് അവരുടെ എല്ലാ വിഭാഗം ആളുകളിലുള്ള ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ മൊത്തത്തിലുള്ള വികസനം ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇതിലൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്ലൈഡിലൂടെ പോവാം. എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ബുദ്ധിസ്റ്റ് പീരീഡ്. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ബുദ്ധിസം ആൻഡ് എഡ്യൂക്കേഷൻ. The period started 600 BC to 600 AD. ഈ ഒരു ബുദ്ധിസം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 600 BC മുതൽ 600 AD വരെയാണ്. എന്നാൽ ബുദ്ധൻ്റെ ജനനമായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ബുദ്ധൻ ജനിച്ചിട്ടുണ്ടായിരുന്നത് 563 BC-യിലാണ്. അദ്ദേഹത്തിന് ബോധിമരച്ചുവട്ടിൽ വെച്ചിട്ട് 25-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 600 BC മുതൽ 600 AD വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷൻ സച്ച് ആസ് തക്ഷശില, നളന്ദ, വല്ലഭായി, വിക്രമശില എക്സെട്ര. ദീസ് ആർ ദി main educational or institutional organization. Buddhist education based on teaching of Gautama Buddha. Buddha born in a royal family of Kapilavastu in 6th century BC. His father's name was Shuddhodhanan and mother's name was Mahamaya. He was married to Yashodhara. അദ്ദേഹം കപിലവസ്തുവിലെ ഒരു റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ശുദ്ധോധനനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മഹാമായ എന്നതാണ്. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് യശോധര എന്ന സ്ത്രീയെയായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ബുദ്ധൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ബുദ്ധൻ്റെ പേരെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ എന്നാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഒരു ബോധോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മേജർ ടെനൻസ് ഓഫ് ബുദ്ധിസം. മേജർ ടെനൻസ് ആൾസോ നോൺ ആസ് 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 ആണ്.
അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ 8 എണ്ണമാണ് ഇനി പറയുന്നത്. 1 റൈറ്റ് ടു വ്യൂ, 2 റൈറ്റ് ടു റിസോൾവ്, 3 റൈറ്റ് ടു സ്പീച്ച്, 4 റൈറ്റ് ടു കണ്ടക്ട്, 5th one റൈറ്റ് ടു ലൈവ്ലിഹുഡ്, 6th one റൈറ്റ് ടു എഫേർട്ട്, 7 റൈറ്റ് ടു മൈൻഡ്ഫുൾനെസ്, 8th one right to samadhi. These are the major tenets of the Buddhist education. Then the teaching of Buddha was mainly oral. വാമൊഴി രൂപത്തിലായിരുന്നു ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബുദ്ധാസ് ഫിലോസഫി ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ത്രിപീഡകാസ്. അവരുടെ ബുദ്ധൻ്റെ ഫിലോസഫീന് എന്താണ്? ത്രിപീഡകാസ് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫിലോസഫി പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ത്രിപീഡകാസ് എന്ന് പറഞ്ഞാൽ 3 പീഡകാസാണ്. ഫസ്റ്റ് വൺ വിനയ പീഡക. വിനയ പീഡക എന്ന് പറഞ്ഞാൽ റൂൾസ് ഓഫ് കണ്ടക്ട്. സുധപീഡക എന്ന് പറഞ്ഞാൽ ബുദ്ധാസ് സെർമോൺസ്. തേർഡ് വൺ അഭിധർമ്മ പീഡക എന്ന് പറഞ്ഞാൽ എക്സ്പോഷൻ ഓഫ് ഫിലോസഫിക്കൽ തിയറീസ്. നമ്മൾ ഓരോന്നും 1 by 1 ആയിട്ട് പറയുകയാണ്. വിനയ പീഡക എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ റൂൾസ് ടെല്ലിങ് മോങ്സ് ആൻഡ് നൺസ്. ആദ്യമ കാലഘട്ടത്തിലെ ഈ ഒരു മൊണാസ്ട്രീസിലുള്ള ആളുകൾ പുരുഷന്മാർ മോങ്സ് എന്നും സ്ത്രീകൾ നൺസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ റൂൾസ് ടെല്ലിങ് മോങ്സ് ആൻഡ് നൺസ് ഹൗ ടു ബിഹേവ് വിത്ത് ഈച്ച് അതേഴ്സ് ആൻഡ് വിത്തിൻ എ സൊസൈറ്റി. സമൂഹത്തിനുള്ളിൽ സന്യാസിമാരും പിന്നെ മറ്റുള്ള ആളുകളും എങ്ങനെ പെരുമാറണം എന്നതായിരുന്നു, അല്ലെങ്കിൽ എന്നതിൻ്റെ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് വിനയപീഡക എന്ന് പറഞ്ഞാൽ. ദെൻ സെക്കൻഡ് വൺ സുധപീഡക. സുധപീഡക റെഫേഴ്സ് ടു ബുദ്ധ സെർമോൺസ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ബുദ്ധ ടീച്ചിങ് റെക്കോർഡഡ് മെയിൻലി ആസ് സെർമോൺസ് ഡെലിവേർഡ് ഇൻ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പാതയാണ്. ധമ്മപാത എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ പാത്ത് ഓർ വേസസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഓൾ ദി ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ഇൻ ദി വെസ്റ്റ്. ദെൻ അഭിധർമ്മ പീഡക. അഭിധർമ്മ പീഡക എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ്, ദിസ് സെക്ഷൻ ഈസ് മോസ്റ്റ് കോംപ്ലെക്സ്. ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു പീഡകയാണ്. And it contains teaching about the nature of life and reason for beings. These are the 3 important Pidagas. Then moving to next slide. Aims of education. Aims of education refers to development of personality, physical and intellectual development, religious and spiritual development. ഇതിൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിസ്ഡം, അൾട്ടിമേറ്റ് വിസ്ഡമാണ്. വിസ്ഡം മീൻസ് എന്താണ്, നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം നേടുക എന്നതാണ് അവരുടെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താണ്, ഒരു കുട്ടിയുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതും ഈ ഒരു എഡ്യൂക്കേഷൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, ഒരു ചൈൽഡിൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലൂടെയാണ്. ദെൻ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ എഫിഷ്യൻസി ആൻഡ് ഹാപ്പിനെസ് പ്രസൻറ്റേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് കൾച്ചർ. ഇതിലൂടെ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ എഫിഷ്യൻസി, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പിനെസ് പ്രസൻറ്റേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് കൾച്ചർ, അതിലൂടെ അവരുടെ സംസ്കാരമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എയിംസ് ഓഫ് എഡ്യൂക്കേഷൻസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. അതിലൂടെ ക്യാരക്ടർ ബിൽഡിങ് നടക്കുന്നുണ്ട്, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും മോറലായിട്ടും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒരു ചൈൽഡ് ഡിസിപ്ലിനൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. Then moving to next slide. Buddha's theory. Buddha believed in law of karma. ബുദ്ധ law of karmയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. Present existence of the individual is the effect of past karma.
അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ ഓരോ വ്യക്തിയും ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കുന്നത് അവരുടെ എന്താണ് പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഓരോ ആളുകളും ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഹി ബിലീവ്സ് ഇൻ റീബർത്ത്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പുനർജന്മം അല്ലെങ്കിൽ പുനർജന്മത്തിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെയും പുനർജന്മം തീരുമാനിക്കുന്നത് അവരുടെ കർമ്മമാണ്. കർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വ്യക്തി ജനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫി ഡസിൻ ബിലീവ് ഇൻ ഗോഡ്, ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലുള്ള ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്കെല്ലാം എന്താണ് കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ എന്താണ് ദുഃഖത്തെ മറികടക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലുള്ള ആളുകളൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ഒരിക്കൽ പോലും അവർ ഡസിൻ ബിലീവ് ഇൻ ഗോഡ് എന്നാണ് പറയുന്നത്. The place of God is taken by the universal doctrine of karma, which governs the universe in such a way that no fruit of action is lost. A man get what he deserve on the basis of his past deeds. നമ്മൾ ഒരു മനുഷ്യന് അവർ എന്താണ് ഡിസർവ് ചെയ്യുന്നത് എന്നതുപോലും അവരുടെ എന്താണ് ബേസിസ് ഓഫ് ഹിസ് പാസ്റ്റ് ഡീഡ്സ്, അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ അല്ലെങ്കിൽ എന്താണ് പാസ്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ദെൻ നിർവാൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഗ്രേറ്റ് പ്ലഷർ ആൻഡ് പീസ് വിച്ച് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ wisdom, goodness and knowledge. This is known as nirvana. Then primary education. Primary education started at the age for starting primary education was 6 years. 6 വയസ്സ് മുതലാണ് പ്രൈമറി എഡ്യൂക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിൽഡ്രൻ ഹാവ് ടു സ്റ്റഡി ചിൽഡ്രൻസ് ബുക്ക് നെയ്മഡ് സിദ്ധറസ്തു. കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹാവ് ടു സ്റ്റഡി, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ചിൽഡ്രൻസ് ബുക്ക് ഉണ്ടായിരുന്നു. അത് സിദ്ധറിസ്തു എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ഫസ്റ്റ് 6 months ഇൻ വിച്ച് ദർ വർ 16 chapters ആൻഡ് 49 ആൽഫബറ്റ്. ആ ഒരു ഫസ്റ്റ് 6th month ആദ്യത്തെ 6 മാസം അവരെന്ത് ചെയ്യണം, 16 ചാപ്റ്റേഴ്സും 49 ആൽഫബറ്റും അവർ പഠിക്കണം. അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ ദി ബിഗിനിങ് ചിൽഡ്രൻ ഇമിറ്റേറ്റ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ടീച്ചർ. ആഫ്റ്റർ ദാറ്റ് ദേ സ്റ്റാർട്ട് റൈറ്റിംഗ്. ആദ്യം കുട്ടികൾ ടീച്ചറുടെ പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു. പിന്നീടാണ് അവരെന്ത് ചെയ്യുന്നത്, റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീച്ചിങ് മെത്തേഡ് വാസ് ഓറൽ ആൻഡ് ക്രാമിംഗ് വാസ് എംഫസൈസ്ഡ്. അവരുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓറൽ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ വാമൊഴി രീതിയിലായിരുന്നു അവരുടെ ടീച്ചിങ് മെത്തേഡ് ഉണ്ടായിരുന്നത്. ദെൻ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വാസ് പാലി ലാംഗ്വേജ്. അവരുടെ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പാലി ലാംഗ്വേജിലായിരുന്നു. പാലി ലാംഗ്വേജ് ഒരു കോമൺ ലാംഗ്വേജ് ആണ്. ഏത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു അവരുടെ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻസ് ഉണ്ടായിരുന്നത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ദേ ഫോളോഡ് ഗുരു ശിഷ്യ മോഡൽ. അവർ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതിലൊരു വെർബൽ ഡിസ്കഷനൊക്കെ അവർ ഒരു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വാമൊഴി രീതിയിലുള്ള ഒരു വെർബലായിട്ടുള്ള അവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എമേർജ് ചെയ്തിട്ടുള്ളതാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ. ഇൻ ബുദ്ധിസ്റ്റ് പീരീഡ് സ്റ്റുഡൻസ് ഹാവ് ടു സേ ഇൻ സംഘ ഓർ വിഹാര. ഈ ഒരു ബുദ്ധിസ്റ്റ് പീരീഡിൽ അവർ ഈ ഒരു സംഘത്തിൽ അവർ സ്റ്റേ ചെയ്യണമായിരുന്നു. സ്റ്റുഡൻസ് ഹാവ് ടു പ്രസൻറ്റ് themselves before the teacher to ask for permission, which is known as pabaja, which means to go out. അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പബജ സിസ്റ്റം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പബജ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ഗോ ഔട്ട് എന്നതാണ്. ദ ബോയ്സ് വെൻറ്റ് ഔട്ട് ദെയർ ഫാമിലീസ് ആൻഡ് ജോയിൻ ദി മൊണാസ്ട്രീസ്. ബോയ്സൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫാമിലി വിട്ടിട്ട് ഈ മൊണാസ്ട്രീസിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ അഡ്മിഷൻ ടു സംഘ ദേ കുഡ് റിമൈൻ എ മോങ് ലിവിങ് ദെയർ ഫോർമർ കാസ്റ്റ്, ഡ്രസ്, ക്യാരക്ടർ, എക്സെട്ര. ഈ ഒരു അഡ്മിഷൻ്റെ സമയത്ത് സംഘയിൽ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ദേ കുഡ് റിമൈൻ എ മോങ്,
നമ്മൾ എന്താണ് ഒരു മോങ്കായിട്ട് മാറുകയും ലീവിങ് ദെയർ ഫോർമർ കാസ്റ്റ്, നമ്മളുടെ ഫോർമർ കാസ്റ്റൊക്കെ ലീവ് ചെയ്യുന്നു, ഡ്രസ്സ് ക്യാരക്ടറൊക്കെ നമ്മൾ അതിലൂടെ ഉപേക്ഷിക്കുന്നു. ഓൾ ദി കാസ്റ്റ് വെയർ അലൗഡ് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ദി മൊണാസ്ട്രീസ്. എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും ഈ ഒരു മൊണാസ്ട്രീസിൽ അഡ്മിഷൻ നേടാമായിരുന്നു. ഇനി അവരുടെ പബജ സംസ്കാർ. ഈ പബജ സംസ്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ആൻ ആക്സെപ്റ്റഡ് സെറിമണി ഓഫ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ്. അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റഡ് സെറിമണി ആയിട്ടാണ് പബജ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ പബജ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഗോയിങ് ടു ഔട്ട് എന്നതാണ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിലൊരു ഏജ് ഉണ്ടായിരുന്നു, 8 വയസ്സായിരുന്നു പബജ സംസ്കാർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു സെറിമണിയുടെ സമയത്ത് ദ സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ബീയിങ് അഡ്മിറ്റഡ് ടു എ മൊണാസ്ട്രി ഹാഡ് ടു റിനൗൺസ് ഓൾ ഹിസ് വേർഡ്ലി ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫാമിലി റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഒഴിവാക്കണം. മിനിമം മാൻഡേറ്ററി ഏജ് ഫോർ എൻറ്ററിങ് വിഹാരാസ് was 8 years. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദ എൻട്രൻസ് വാസ് പെർമിറ്റഡ് ടു സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ഷേവിങ് ദെയർ ഹെഡ്സ്. നമ്മൾ ഈ ഒരു എൻട്രൻസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവിടെ പെർമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഷേവിങ് ദെയർ ഹെഡ്സ്, അവരുടെ തലമുടി മുണ്ടലം ചെയ്യണമായിരുന്നു. വിയറിങ് യെല്ലോ ക്ലോത്ത്, അവർ കാവി വസ്ത്രങ്ങൾ ധരിക്കണം. ആൻഡ് റിക്വസ്റ്റിംഗ് ദി ഹെഡ് മോങ്ക് ഓഫ് ദി സംഘാസ് ടു അലോ ദം ഫോർ അഡ്മിഷൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മോങ്ക് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡാണ് നമ്മളെ ആ സംഘത്തിൽ അലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ മോങ്ക് ആസ്ക്ഡ് ദം ടു ടേക്ക് 3 വോവ്സ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ മോങ്ക്സ് 3 കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഗോ ഇൻ ടു ദ ഷെൽട്ടർ ഓഫ് ബുദ്ധ. ഞാൻ എവിടേക്കാണ് പോകുന്നത്? ബുദ്ധയുടെ അല്ലെങ്കിൽ ആ ഒരു ഷെൽട്ടറിലേക്കാണ് പോകുന്നത്. ഐ സീക്ക് ദ ഷെൽട്ടർ ഓഫ് ധർമ്മ. നമ്മൾ ധർമ്മത്തിൽ വിശ്വസിക്കണം. ഐ എൻറ്റർ ദി ഷെൽട്ടർ ഓഫ് സംഘ. പിന്നീട് നമ്മൾ സംഘത്തിൽ ചേരുന്നു. അതായിരുന്നു അവിടുത്തെ മോങ്ക്സ് അവരോട് പറഞ്ഞിട്ടുള്ള 3 വാക്കുകൾ. നോ വൺ കുഡ് ഗെറ്റ് അഡ്മിഷൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഹിസ് പാരൻസ്. പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളെയും ഈ ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ മൊണാസ്ട്രീസിൽ ജോയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പേഷ്യൻസ് ഓഫ് ഇൻഫെക്റ്റീവ് ഡിസീസസ് എന്നുവെച്ചാൽ പകർച്ചവ്യാധികൾ, ഗവൺമെൻറ് സെർവൻസ് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, സ്ലേവ്സ് ആൻഡ് സോൾജേഴ്സ് അടിമകൾ, അതുപോലെ തന്നെ സോൾജേഴ്സ് വെർ നോട്ട് അലൗഡ് ടു പെർമിറ്റ് ടു സംഘ. ഇത്രയും ആളുകൾക്ക് സംഘത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യണം? ഇത്രയും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സ്ലേവ്സിനും സോൾജേഴ്സിനും ഡിസീസസ് ഉള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികളുള്ള ആളുകളെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്കും ഒന്നും തന്നെ ഈ ഒരു സംഘത്തിൽ ജോയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ഈ വിഹാരത്തിലെ എൻട്രിങ് ഏജ് എന്ന് പറഞ്ഞാൽ 8 years ആണ്. പിന്നെ ഈ ഒരു സമയത്ത് അവരെന്ത് ചെയ്യണം? അവരുടെ ഹെഡ്സൊക്കെ ഷേവ് ചെയ്യണം. അതുപോലെ തന്നെ വിയറിങ് യെല്ലോ ക്ലോത്ത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അവർക്ക് അവിടെ പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യണമായിരുന്നു. ഉപസംവാദ. ഇറ്റ് വാസ് എ മൾട്ടി ടീച്ചർ മൾട്ടി സ്റ്റുഡൻസ് സിസ്റ്റം. ഇതൊരു മൾട്ടി ടീച്ചറും മൾട്ടി സ്റ്റുഡൻസ് സിസ്റ്റമാണ് ഉപസംവാദ എന്ന് പറഞ്ഞാൽ. ദ സ്റ്റുഡൻസ് ഡിസൈഡ് at Sangha Viharas where thousands of teachers would teach thousands of students. ഒരു മൾട്ടി ടീച്ചറും മൾട്ടി സ്റ്റുഡൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ thousands of teachers ഉണ്ടായിരുന്നു, അവർക്ക് thousands of സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. It was said to be the first institutionalized residential educational system in India. ഇതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡും റെസിഡൻഷ്യലും എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മാറിയത്. ഇറ്റ് വാസ് ആൾസോ സെഡ് ടു ഹാവ് ടോട്ട് ദ റിലീജിയസ് ആസ് വെൽ ആസ് സെക്യുലർ സബ്ജക്റ്റ്. റിലീജിയസ് ആയിട്ടും സെക്യുലർ സബ്ജക്റ്റൊക്കെ ആയിരുന്നു അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. റൂൾസ് ഫോർ സ്റ്റുഡൻസ്. അഡ്മിറ്റഡ് സ്റ്റുഡൻസ് വെർ കോൾഡ് സാംനർ. അവിടെ അവിടെ അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികളെല്ലാം സാംനർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദേ ഹാഡ് ഫോളോ ദ ഫോളോയിങ് റൂൾസ്. അവരെന്ത് ചെയ്യണം? താഴെ നൽകിയിട്ടുള്ള റൂൾസുകളൊക്കെ അവർ പാലിക്കണമായിരുന്നു. ഫസ്റ്റ് വൺ, നോട്ട് ടു കിൽ എനി ലിവിങ് ബീങ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല.
അതെന്താണ്? അത് അവരുടെ ധർമ്മത്തിന് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന ധർമ്മത്തിന് എതിരായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രധാന റൂൾസായിട്ട് സ്റ്റുഡൻസ് ഫോളോ ചെയ്യേണ്ട റൂൾസായിട്ട് മാറിയത്. സെക്കൻഡ് വൺ, നോട്ട് ടു ആക്സെപ്റ്റ് എനിത്തിങ് ഗിവൺ ടു ഹിം. അവരെന്ത് ചെയ്യാൻ പാടില്ല? അവന് നൽകിയതൊന്നും തന്നെ ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ തന്നെ അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ദെൻ ലീവ് ഫ്രീ ഫ്രം ഇംപ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ. അവൻ്റെ സ്വഭാവത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കണമായിരുന്നു. നോട്ട് ടു ടെൽ എ ലൈ. അവരെന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാൻ പാടില്ല. നോട്ട് ടു യൂസ് എനി ഇൻടാക്സിക്കേറ്റിംഗ് തിങ്സ്. നമ്മൾ എന്ത് പാടില്ല? ലഹരി നൽകുന്ന ഒരു വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നോട്ട് ടു ടേക്ക് ഫുഡ് ഇൻ പ്രോപ്പർ ടൈം. നമ്മൾ ഇൻപ്രോപ്പർ ടൈമിലൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോട്ട് ടു സ്പീക്ക് ഇൽ ഓഫ് എനിബഡി. ആരോടും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. നോട്ട് ടു ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്, ഡാൻസ്, പ്ലേ, ഷോ എക്സെട്ര. സംഗീതം, നൃത്തം, പ്ലേ ഷോ മുതലായവയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ല. നോട്ട് ടു യൂസ് ലക്ഷൂറിയസ് ആൻഡ് സെൻറ്റേർഡ് തിങ്സ്. നമ്മൾ എന്തില്ല? ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരമുള്ളതോ സുഗന്ധമുള്ള വസ്തുക്കളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ലാസ്റ്റ് വൺ, നോട്ട് ടു ആക്സെപ്റ്റ് ടു ദ ഗിഫ്റ്റ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ. നമ്മൾ സ്വർണം, വെള്ളി തുടങ്ങിയിട്ടുള്ള സമ്മാനങ്ങളൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഫോർ സ്റ്റുഡൻസ്. ഇത്രയും റൂൾസുകളാണ് അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്താണ്? സാംനർ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. 1 by 1 ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഫോർ സ്റ്റുഡൻസ്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. Methods of teaching were based on oral discussion, preaching, repetition. Debates were used as technique of teaching and learning. അവരുടെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ഓറൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പ്രീച്ചിങ് ഉണ്ടായിരുന്നു, റിപ്പീറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഡിബേറ്റുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സെമിനാർ വേർ ആൾസോ കണ്ടക്ട് ടു ഡിസ്കസ് മേജർ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെമിനാർസുകൾ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻ്റൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് വാസ് എംഫസൈസ്ഡ് ടു അറ്റൈൻ ബോധിസത്വ. അവർ മെൻ്റലായിട്ടും മോറലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബോധിസത്വ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾദോ ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഡെവലപ്ഡ്, ബട്ട് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് റൈറ്റിംഗ് മെറ്റീരിയൽ ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് വാസ് വെർബലായിട്ടായിരുന്നു അവരുടെ ടീച്ചിങ് മെത്തേഡ്. The method of teaching were question answer, discussion, logical argument, tools, conference, arranged on full moon day and first day of month, meditation in solitude. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഫസ്റ്റ് മന്തിൽ തന്നെ അവർ മെഡിറ്റേഷൻ, നമ്മൾ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് മെഡിറ്റേഷനാണ്. അതർ മെത്തേഡ് ഓഫ് ടീച്ചിങ് വാസ് എവിഡൻസ് വിച്ച് വേർ തിയറി, കോസ്, എക്സാമ്പിൾ, contradictive, evidence, argument and induction. These are the other method of teaching. The medium of instruction was common language. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ലാംഗ്വേജ് ആയിട്ടുള്ള പാലി ഭാഷയിലായിരുന്നു. ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ വാർ തക്ഷില, നളന്ദ ആൻഡ് കാശി. ഇവരുടെ ഒരു ഏറ്റവും വലിയ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സായിട്ട് തക്ഷിലയും നളന്ദയും കാശിയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. Then moving to next slide. School administration. All the educational schemes were conducted by Sangha situated in a monasteries and viharas. Educational institution were based on federal system. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. Then teacher and taught lived together in viharas and monasteries. There was a democratic organization of educational institution. The gates of Sangha were guarded by scholars called the Dwar Pandit.
വൺ ലേൺഡ് ഭിക്ഷു വാസ് അപ്പോയിൻറ്റഡ് ഹെഡ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഭിക്ഷുവിനെ അവരെന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിട്ട് നിയമിക്കുന്നു. ദർ വാസ് നോ എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സംഘ. പുറമേയുള്ള ആളുകൾക്കൊന്നും തന്നെ ഇതിൻ്റെ എന്താ ചെയ്യാൻ പാടില്ല, അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയറൻസ് ഇടപെടാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് അവരുടെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്താണ് അവരുടെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എയിംഡ് അറ്റ് പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ. Viharas or monasteries are the centers of education in Buddhist education. Monks are receiving the education in viharas. പിന്നെ എന്താണ് കോർഡിനൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻസ്. Then the total period of education was 22 years, 12 years as Pavaja and 10 years of Upasambhada. The teacher responsible for food, clothing and residence and also moral and religious education. ദെൻ നമ്മൾ പറഞ്ഞു ഈ അവരുടെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. കുട്ടിയുടെ എല്ലാ തരത്തിലും മെൻ്റലും മോറലും ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് അവർ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ലോ ഓഫ് കർമ്മയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അവർ റീബർത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീബർത്ത് പുനർജനിക്കുന്നത് ഒരാൾ അയാളുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾക്കാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻസ് നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ലാത്തൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ദെൻ ഏതൊക്കെ മറ്റുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും എന്ത് ചെയ്യാമായിരുന്നു, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ തക്ഷശില, നളന്ദ, കാശി പോലെയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രധാനമായിട്ടും എന്താണ് അവർ പാലിക്കേണ്ട കുറച്ച്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പാലിക്കേണ്ട കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസ് എല്ലാം തന്നെ എന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്യണമായിരുന്നു. പിന്നീട് ബുദ്ധൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു, 8 ഫോൾഡ് പാത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അഷ്ടാംഗ മാർഗങ്ങൾ 8 എണ്ണമുണ്ട്. ആ 8 മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അയാളുടെ അൾട്ടിമേറ്റ് സാൽവേഷനിലേക്ക് എത്തിപ്പെടുമെന്നായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.